മെയ് മാസം തന്നെ മൺസൂൺ ആരംഭിച്ചിരുന്നതിനാൽ റോഡരികിൽ മുഴുവൻ പച്ചപ്പ് നിറഞ്ഞിരുന്നു. തങ്ങൾ അജരങ്ങളാണെന്ന കാര്യമേ വിസ്മരിച്ച് ഇലകളും ലതകളും കായ്കളും പൂക്കളും ഗ്രേറ്റയുടെയും കബനിയുടെയും കാറിലേക്ക് ആഞ്ചിയെടുത്തു. സസ്യാശ്ലേഷങ്ങളിൽ നിന്ന് വിടുതി നേടാനായി പലയിടത്തും ഡ്രൈവർക്ക് ബ്രേക്കിടേണ്ടി വന്നു. ഇതിൽ ഹരം പിടിച്ച അനങ്ങാപ്പാറകളായ ആമകൾ പോലും റോഡിലേക്ക് എടുത്തു ചാടി. ആനകൾ ഓടിയെടുത്തു. കുരങ്ങന്മാർ പക്ഷികളെപ്പോലെ പറന്നു ചെന്നാണ് ഗ്രേറ്റയെയും കബനിയെയും അഭിവാദ്യം ചെയ്തത്. 10ാം ക്ലാസ്സുകാരിയായ കബനി എന്ന പെൺകുട്ടി പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തുൻബെർഗ് എന്നവരുടെ പ്രവർത്തനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് തൻ്റെ നാടായ കമ്പളക്കാടിനെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കി മാറ്റാൻ അവൾക്ക് സാധിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിൽ മെനിഞ്ചൈറ്റിസ് വന്ന് ആശുപത്രിയിൽ പാതി മയക്കത്തിൽ അവൾ പറയുന്നത് എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണം എന്നായിരുന്നു. ഒരു നാട് മുഴുക്കെ അവളുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ അവരിൽ ചിലരെങ്കിലും ഗ്രേറ്റയെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ഒടുവിൽ ഗ്രേറ്റയെ ലഭിക്കുകയും ഗ്രേറ്റ അവളെ ശുശ്രൂഷിക്കാൻ എത്തുകയും ചെയ്യുന്നു. അവളെ ശുശ്രൂഷിക്കാൻ എത്തിയ ഗ്രേറ്റ ആ നാടിനെ കുറിച്ച് അഭിമാനപൂരിതയാകുന്നു. അവളുടെ അസുഖം മാറി തിരിച്ചു പോകുമ്പോൾ ആ നാടിനോടൊപ്പം കബനിയോടൊപ്പം ഗ്രേറ്റേച്ചിയെ കാണണം എന്ന് ആ നാട്ടുകാർ ഒന്നടങ്കം കരയുന്നു. KP രാമനുണ്ണിയുടെ 7 കഥകൾ അടങ്ങിയ കഥാസമാഹാരമാണ് DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഗ്രേറ്റ എന്നത്. മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളും ചേർത്തുവെപ്പുകളും സംഘർഷങ്ങളും ഇതിലെ ഓരോ കഥകളിലും നമുക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.